എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ 3 ടോപ്പിക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആ ചാപ്റ്ററിൽ അവസാനമായിട്ട് വരുന്ന 3 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൽസ്, സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഈ 3 ടോപ്പിക്കുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 3 കുഞ്ഞു ടോപ്പിക്സാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ്. അതായത് എന്താണ്, ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ മെറ്റലും കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പ്, കാർബണൈൽ ഗ്രൂപ്പും മെറ്റലും തമ്മിലുള്ള ബോണ്ടിങ് എന്താണ്, എങ്ങനെയാണ് എന്നാണ് ഈ ടോപ്പിക്കിൽ നോക്കുന്നത്. The homoleptic carbonyls, that is compounds containing carbonyl ligands only, are formed by the മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽസ്. അതായത് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്, സെയിം ലിഗാൻഡ്സ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ലിഗാൻഡ് മാത്രം വച്ചിട്ട് ഫോം ചെയ്യുന്ന കോംപ്ലക്സാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്. അപ്പോൾ ഹോമോലെപ്റ്റിക് കാർബണൽസ് എന്ന് പറഞ്ഞാൽ ആ കോർഡിനേഷൻ കോംപ്ലക്സിനകത്ത് ലിഗാൻഡ്സ് ആയിട്ട് കാർബണൽ ഗ്രൂപ്പ് CO ഗ്രൂപ്പ് മാത്രമേ വരത്തുള്ളൂ. ഇങ്ങനെയുള്ള കോംപ്ലക്സിനെയാണ് ഹോമോലെപ്റ്റിക് കാർബണൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള കാർബണൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്തുള്ള ബോണ്ടിങ് ആണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഹോമോലെപ്റ്റിക് കാർബണൽസ് എന്ന് പറയുന്നത് പൊതുവേ ട്രാൻസിഷൻ മെറ്റൽസുമായിട്ടാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. എളുപ്പത്തിൽ ഈസി ആയിട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് ട്രാൻസിഷൻ മെറ്റൽസുമായിട്ടാണ്. അതുപോലെ അവയ്ക്ക് എന്തുണ്ട്, ദേ ഹാവ് സിമ്പിൾ വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ. ഈ ഒരു കോംപ്ലക്സിന് സിമ്പിളാണ്, അതുപോലെ അവയ്ക്ക് ഒരു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഹോമോലെപ്റ്റിക് കാർബണൈൽ ഗ്രൂപ്പ്സ് ആണ്. അതായത് ലിഗാൻഡായിട്ട് CO ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ട അടുത്ത ബോണ്ടിങ് എങ്ങനെയാണ് നോക്കാം. ദ മെറ്റൽ കാർബൺ ബോണ്ട് ഇൻ മെറ്റൽ കാർബണൈൽ പൊസസ് ബോത്ത് S ആൻഡ് P ക്യാരക്ടർ. അതായത് ആ മെറ്റൽ കാർബൺ ബോണ്ട് S ക്യാരക്ടറും P ക്യാരക്ടറും കാണിക്കുന്നുണ്ട്. ദ മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ഡൊണേഷൻ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദ കാർബണൈൽ കാർബൺ ഇൻറ്റു ദ വാക്കൻറ്റ് d ഓർബിറ്റൽ ഓഫ് ദ മെറ്റൽ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് മെറ്റൽ എന്ത് ചെയ്യുന്നു, empty ഓർബിറ്റൽ ഫോം ചെയ്യുന്നു, വാക്കൻറ്റ് ഓർബിറ്റൽ ഫോം ചെയ്യിക്കുന്നു. ആ വാക്കൻറ്റ് ഓർബിറ്റലിലോട്ട് എന്ത് ചെയ്യുന്നു, കാർബണൽ ഗ്രൂപ്പിലെ കാർബൺ ഇലക്ട്രോൺസിനെ ഒക്കുപ്പൈ ചെയ്യിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ കാർബൺ മെറ്റൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അതായത് മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്, മെറ്റലിൽ ഒരു empty ഓർബിറ്റൽ ഫോം ചെയ്യിക്കുന്നു. ആ empty ഓർബിറ്റലിലോട്ട് അല്ലെങ്കിൽ ആ ഒരു വാക്കൻറ്റ് ഓർബിറ്റലിലോട്ട് കാർബണൈൽ ഗ്രൂപ്പ്, ലിഗാൻഡായിട്ടുള്ള കാർബണൈൽ ഗ്രൂപ്പ് കാർബണിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഒക്കുപ്പൈ ചെയ്യിച്ച് അവിടെ ഉണ്ടാകുന്ന ബോണ്ടിനെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി ദ മെറ്റൽ കാർബൺ പൈ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ donation of a pair of electron from a filled d orbital of metal into the vacant anti-bonding pi star orbital of carbon monoxide. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ പൈ ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് മെറ്റൽ empty ഓർബിറ്റൽ ഫോം ചെയ്യിക്കുന്നു, അതിനകത്തോട്ട് ലിഗാൻഡ്സ് ഇലക്ട്രോണിനെ ഒക്കുപ്പൈ ചെയ്തു എന്നാണ് പഠിച്ചത്. പക്ഷേ അത് സിഗ്മ ബോണ്ടാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതായത് കാർബണൽ ഗ്രൂപ്പുമായിട്ട് CO ഗ്രൂപ്പുമായിട്ട് മാത്രം ലിഗാൻഡ് ഫോം ചെയ്യിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് സെയിം അതുപോലെ തന്നെയാണ്. ലിഗാൻഡ് വാക്കൻറ്റ് മെറ്റലിലുള്ള വാക്കൻറ്റ് ഓർബിറ്റലിലോട്ട് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ പൈ ബോണ്ട് വരുമ്പോൾ ഈ ഡി ഓർബിറ്റൽ മെറ്റലിനകത്തുള്ള ഡി ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിനെ തിരിച്ച് ലിഗാൻഡിനകത്ത് ഒരു പൈ സ്റ്റാർ വാക്കൻറ്റ് ഓർബിറ്റൽ ഫോം ചെയ്യിച്ചിട്ട് പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് ഒരു പൈ സ്റ്റാർ ഓർബിറ്റലിൽ ഫോം ചെയ്യിച്ച് ആ ഓർബിറ്റലിലോട്ട് പൈ സ്റ്റാർ ഓർബിറ്റലിലോട്ട് മെറ്റലിലുള്ള ഡി ഓർബിറ്റൽസ് ഇലക്ട്രോൺസിനെ ഷെയർ അല്ലെങ്കിൽ ഒക്കുപ്പൈ ചെയ്യിക്കുന്നു.
മനസ്സിലായോ? പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്, മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസിനെ എങ്ങോട്ട് കൊടുക്കുന്നു? ലിഗാൻഡിലോട്ട് കൊടുക്കുന്നു. ലിഗാൻഡിൻ്റെ പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് പൈ സ്റ്റാർ ഓർബിറ്റലിലോട്ട് കൊടുക്കുന്നു. Okay, this metal to ligand bonding create a synergic effect and is known as synergic bonding. അതായത് എന്തെന്നു അവിടെ ഒരു എഫക്റ്റ്, സിനർജിക് എഫക്റ്റ് ഫോം ചെയ്യുക. അതായത് മെറ്റലിൽ നിന്നും ലിഗാൻഡിലോട്ട് ബോണ്ടിങ് നടക്കുന്നതുകൊണ്ട്. അല്ലെങ്കിൽ പൊതുവേ കോർഡിനേഷൻ കോംപ്ലക്സിൽ എങ്ങനെ നടക്കുന്നത്? തിരിച്ച് മെറ്റലിലോട്ട്, ലിഗാൻഡിൽ നിന്നും മെറ്റലിലോട്ടാണ് ഫോർമേഷൻ നടന്നത്. പക്ഷേ ഇവിടെ എന്താണ്? മെറ്റലിൽ നിന്നും ലിഗാൻഡിലോട്ട് ബോണ്ട് ഫോർമേഷൻ നടന്നത് കാരണം അവിടെ ഒരു സിനർജിക് എഫക്റ്റ് ഫോം ചെയ്യുകയും അതിനെ സിനർജിക് ബോണ്ടിങ് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ മെറ്റൽ എം ഡി ഓർബിറ്റൽസ് ഉണ്ട്. ആ ഗ്രീൻ കളറിലുള്ളത് ഒരു എം ഡി ഓർബിറ്റലാണ്, മെറ്റലിനകത്തുള്ള എം ഡി ഓർബിറ്റലാണ്. അതുപോലെ എന്താണ്? കാർബണൈൽ ഗ്രൂപ്പിനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അതും ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നതാണ്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഈ എം ഡി ഓർബിറ്റലിൽ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് വയ്ക്കുന്നു, ഒക്കുപ്പൈ ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് ഇപ്പുറത്തെ എം ഡി ഓർബിറ്റലിൽ, മെറ്റലിൻ്റെ എം ഡി ഓർബിറ്റലിൽ ഒക്കുപ്പൈ ചെയ്യുന്നു. അന്നേരം അവിടെ ഫോം ചെയ്ത്, അതായത് ലിഗാൻഡിൽ നിന്ന് മെറ്റലിലോട്ട് ആരോ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? സിഗ്മ ബോണ്ടിങ് ആണ്. ഇനി തിരിച്ച് ഇവിടെ എന്തുണ്ട്? എം ഡി പൈ സ്റ്റാർ CO ഓർബിറ്റലുണ്ട്. അത് ആ മുകളിൽ കാണുന്നതൊക്കെ എന്താണ്? ബാക്കി കാണുന്ന എത്രയും എന്താണ്? എം ഡി പൈ സ്റ്റാർ CO ഓർബിറ്റലാണ് ലിഗാൻഡിൻ്റെ കേസിൽ. അതുപോലെ ഇവിടെ എന്തുണ്ട്? മെറ്റലിനകത്ത് ഡി ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ്, മെറ്റലിനകത്ത് ഡി ഓർബിറ്റലുണ്ട്. ആ ഡി ഓർബിറ്റലിനകത്ത് ഇലക്ട്രോൺസും ഉണ്ട്. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ ഇവിടുത്തെ എം ഡി പൈ സ്റ്റാർ CO ബോണ്ടിലോട്ട് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് രണ്ടിടത്തായിട്ട് ഫോം ചെയ്യുന്നതാണ് പൈ ബോണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ്? എപ്പോഴും ഡബിൾ ബോണ്ടായിരിക്കും. ആ പൈ ബോണ്ടിങ് അവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അത് തിരിച്ച് നടക്കുന്നു. അതായത് മെറ്റലിൽ നിന്നും ലിഗാൻഡിലോട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. രണ്ട് പെയറിൽ നിന്നും, രണ്ട് ഓർബിറ്റിൽ നിന്നും നടക്കുന്നതുകൊണ്ടാണ് അവിടെ പൈ വന്നത്. അതായത് എന്താണ്? ഡബിൾ ബോണ്ട് ഫോർമേഷൻ നടന്നത്. ഇവിടെ സിഗ്മ ബോണ്ട്, സിംഗിൾ നോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. അത് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ഒരു എം ഡി ഓർബിറ്റലിലോട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് നിങ്ങളുടെ എന്താന്ന് പറയുന്നത് ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് എക്സാമ്പിൾ ഓഫ് മെറ്റൽ കാർബണൈൽ കോംപ്ലക്സസ്. അത് ഏതൊക്കെയാണ്, അതിൻ്റെ ഷേപ്പ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്, സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് ഇതിൽ നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് കൊടുത്തേക്കുന്നത് ടെട്രാ കാർബണൽ നിക്കൽ 0. അതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അവിടെ ആര് മാത്രമേ ഉള്ളൂ? കാർബണൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് നിക്കലാണ്. അവയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടെട്രാഹീഡ്രൽ ഷേപ്പാണ്. ഷേപ്പ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതുപോലെ വേറൊന്ന് പെൻറ്റാ കാർബണൽ അയോൺ. എന്താണ്? 5 കാർബൺ ഉണ്ട്. കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. സെൻട്രൽ മെറ്റൽ എന്ന് പറയുന്നത് Fe അയൺ ആണ്. അവയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാഗണൽ ബൈ പിരമിഡൽ ഷേപ്പാണ്. ഈ ട്രയാഗണൽ ബൈപിരമിഡൽ ഷേപ്പിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഒരു ടി ഫോർമേഷൻ നടക്കും. ഒരു ക്യാപിറ്റൽ ടി നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? മുകളിൽ നിന്നും നടുക്കൂടെ Feയുടെ മുകളിലും താഴോട്ട് ഒരു ലൈൻ, അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് താഴോട്ട് റൈറ്റ് സൈഡിലോട്ട് ലൈൻ. അതപ്പോൾ നോക്കുമ്പോഴത്തേന് ഒരു ടി പോലെ തോന്നും. അതാണ് ട്രയാഗണൽ ബൈപിരമിഡൽ. നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പം അതാണ്. നടുക്കൂടെ വരയ്ക്കുക, പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ടി പോലെ ഫോം ചെയ്യിക്കുക, പിന്നെ ഇതൊരു ക്യാപിറ്റൽ ലെറ്റർ ടി. അത് പിന്നെ സൈഡിൽ എന്ത് ചെയ്യുക? രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 2 എണ്ണം. അപ്പോൾ ഇതാണ് ട്രയാഗണൽ ബൈപിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി നോക്കുന്ന ഹെക്സാ കാർബണൽ ക്രോമിയം. അവിടെ 6 കാർബണൽ ഗ്രൂപ്പ് ഉണ്ട്. സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ക്രോമിയം ആണ്. അവിടെ ഷേപ്പ് ഒക്ടാഹീഡ്രൽ ഷേപ്പാണ്. ഇനി നോക്കുന്ന ഡെക്കാ കാർബണൽ ഡൈ മാംഗനീസ് 0. അതായത് ഇവിടെ 10 കാർബണൽ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ മാംഗനീസ് എന്ന് പറയുന്നത് ഡൈ മാംഗനീസ് ആണ്. അതായത് 2 മാംഗനീസ് ഉണ്ട്, 2 സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്. ആ 2 സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോണ്ട് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. MNഉം MNഉം 2 മാംഗനീസ് തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അതിനുശേഷമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? CO ഗ്രൂപ്പ് ബോണ്ട് ഫോർമേഷൻ നടത്തിയേക്കുന്നത്. ഇത് വരച്ച് പഠിക്കണം. ഈ ഒരു സ്ട്രക്ചർ വരച്ച് പഠിക്കണം. അതുപോലെ അടുത്ത ഷേപ്പ് ഒക്ടാ കാർബണൽ ഡൈ കൊബാൾട്ട്. അവിടെയും എന്താണ്? കൊബാൾട്ട് 2 എണ്ണം ഉണ്ട്. അന്നേരം അവിടെയും എന്താണ്? ആ കൊബാൾട്ട് തമ്മിൽ, 2 കൊബാൾട്ടും തമ്മിൽ എന്തുണ്ട്? ഒരു ബോണ്ട് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ആ കൊബാൾട്ടും
അതായത് രണ്ട് CO ബോണ്ടിനെ എന്ത് ചെയ്തിട്ട് രണ്ട് CO ഗ്രൂപ്പുമായിട്ടൊരു ബ്രിഡ്ജ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് രണ്ടും എന്താണ് ഒരു പാലം പോലെ ആ രണ്ട് കൊബാൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ബോണ്ട് ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഓരോ കൊബാൾട്ടിൽ നിന്നും വരുന്ന ഓരോ CO ഗ്രൂപ്പ് ഒരു ബ്രിഡ്ജ് പോലെ ഫോം ചെയ്തു. അതായത് എന്താണ്, കുറുകെ രണ്ടും ഒരു പാലം പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, വരച്ച് പഠിക്കുക. ഇത്രയും സ്ട്രക്ചർ നിങ്ങൾ വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസിൽ പഠിക്കാനുള്ളത്, വേറെ ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, പൈ ബോണ്ട് ഫോം ചെയ്യുന്നു, സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമൽ മെറ്റലിലോട്ട് എംറ്റി ഓർബിറ്റൽ ഉണ്ട്, അതിനകത്തോട്ട് ലിഗാൻഡിൽ നിന്നും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇനി പൈ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. അതായത് മെറ്റലിൽ നിന്നുള്ള ഡി ഓർബിറ്റലിൽ നിന്നൊരു ഇലക്ട്രോൺസ് ഇവിടെ എന്താണ് ആൻറ്റി ബോണ്ടിങ് പൈ സ്റ്റാർ ഓർബിറ്റൽ എവിടെയുണ്ട്, CO ഗ്രൂപ്പിലുണ്ട്. ആ CO ഗ്രൂപ്പിലോട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ച് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നു, ഡൊണേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നു. അതാണ് എന്താണ് പൈ ബോണ്ടിങ് വരുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു സിനർജിക് എഫക്റ്റ് ഫോം ചെയ്യുന്നു. അതിനെ സിനർജിക് ബോണ്ടിങ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നിങ്ങൾക്ക് എന്താണ് സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ എന്താണ് മെറ്റൽ കാർബണൈൽസിൽ പഠിക്കാനുള്ളത്, മെറ്റൽ കാർബണൈൽസ് ബോണ്ടിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ സ്റ്റെബിലിറ്റി അതെന്ന് പറയുന്ന ഒരു ഡെറിവേഷനാണ്. നിങ്ങൾ കഴിഞ്ഞ ഇയർ ഇക്വിലിബ്രിയം പഠിച്ചല്ലോ. അപ്പോൾ ആ ഇക്വിലിബ്രിയത്തിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അതായത് എന്താണ്, ഒരു മെറ്റൽ, ആ മെറ്റലിൽ എന്തെന്ന് ലിഗാൻഡ് എന്താണ് എംറ്റി ഓർബിറ്റൽ അത് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ലിഗാൻഡ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ പഠിച്ച ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിച്ചെന്താണ്, ഒരു എല്ലാ റിയാക്ഷനും എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും ഉണ്ട്. ഒരു സർട്ടൺ കണ്ടീഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുകയും അവ എന്ത് ചെയ്യുന്നു, ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ഇയർ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ മെറ്റലും ലിഗാൻഡുമായിട്ട് എന്ത് ചെയ്യുന്നു, ML ഫോം ചെയ്യുന്നു. മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്തൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇവിടെ ഞാൻ 4 ലിഗാൻഡ് എടുത്തിട്ടുണ്ട്. അന്നേരം മെറ്റലും 4 ലിഗാൻഡും കൂടെ ചേർന്നിട്ട് ML4 എന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇതെന്ത് ചെയ്യുവാണ്, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തുമ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആവും. അവിടെ ഒരു സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് ഫോം ചെയ്യും അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് ഇതിനെ എന്താണ്, സ്റ്റെപ്പ് വൈസ് ഓരോന്നായിട്ട് 4 ലിഗാൻഡില്ലേ, അപ്പോൾ ഓരോ ലിഗാൻഡായിട്ട് ആഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ അവിടെ എന്താണെന്ന് നോക്കാം. അതായത് മെറ്റൽ ആദ്യം ഒരു ലിഗാൻഡ് എടുക്കുന്നു, ആ ലിഗാൻഡ് അതിനോട്ട് ആഡ് ചെയ്യുന്നു. അന്നേരം എന്താണ് M+L എന്താണ് റിവേഴ്സിബിളി ഗീവ്സ് ML എന്താണ് ML ഫോം ചെയ്തു. അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് വരുന്നു. അവിടെ ഞാൻ എടുക്കുന്നത് K1 എന്ന സ്റ്റെബിലിറ്റി കോൺസ്റ്റൻ്റ് ആണ് എടുത്തു. K1 ആണ് അവിടുത്തെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ K1 നമുക്ക് എങ്ങനെ എഴുതാം, K1 ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ML ബൈ കോൺസെൻട്രേഷൻ ഓഫ് M ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് L. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതേ സ്റ്റെപ്പാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ആയതിൻ്റെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻ്റ് ആയി. ഇനി ഈ ML എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്തോട്ട് വീണ്ടും ഒരു ലിഗാൻഡിനെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ML+L ഗീവ്സ് എന്താണ് ML2. അവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് കിട്ടും. അതിന് നമ്മൾ K2 എന്നെടുത്തു. അന്നേരം K2 ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ML2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ML ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് L. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുവാണ്, ഈ ML2വിനെ വീണ്ടും ഒരു L ആഡ് ചെയ്യുന്നു. അന്നേരം ML2+L റിവേഴ്സിബിളി ഗീവ്സ് ML3. അവിടുത്തെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന K3 ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ML3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ML2 ഇൻറ്റു L. അത് K3 ആണ്. ഇനി നമ്മൾ വീണ്ടും ഈ ML3യിലോട്ട് ഒരു ലിഗാൻഡും കൂടെ ആഡ് ചെയ്യുവാണ്. അന്നേരം ML3+L റിവേഴ്സിബിളി ഗീവ്സ് ML4. K4 ഈക്വൽ ടു അടുത്ത കോൺസ്റ്റൻറ്റ് K4 എന്നെടുത്തു. K4 ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ML4 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ML3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് L. ഓക്കെ, ഇവിടെ K1 K2 K3 എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ്. ഓരോ സ്റ്റെപ്പ് ആയിട്ടാണല്ലോ എന്ത് ചെയ്ത് ലിഗാൻഡ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പിലും ഉണ്ടായ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റിനെ എന്താണ് ടോട്ടലി സ്റ്റെപ്പ് വൈസ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത്.
ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് എടുത്ത ഇക്വേഷൻ, അതായത് m+4l റിവേഴ്സിബിൾ ഗീവ്സ് ml4 എന്ന ഇക്വേഷൻ എടുക്കുകയാണ് എങ്കിൽ നമുക്ക് അവിടുത്തെ ഓവറോൾ സ്റ്റെബിലിറ്റി, ആ ഒരു റിയാക്ഷൻ്റെ മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റിനെ β4 എന്ന് റിപ്രസെൻ്റ് ചെയ്യും. 4 ലിഗാൻഡ് ഉള്ളതുകൊണ്ടാണ് β4 എന്ന് വന്നത്. ഓക്കെ, 4l വന്നില്ലേ, അതുകൊണ്ടാണ് ബീറ്റ താഴെ സഫിക്സ് ആയിട്ട് 4 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ m+4l റിവേഴ്സിബിളി ഗീവ്സ് ml4. അതിൻ്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റിന് ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ്, മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത്. അതിനെങ്ങനെ എടുക്കുന്നത്, β4 എന്നാണ് എടുക്കുന്നത്. അന്നേരം β4 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് ml4 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് m ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് l ദ ഹോൾ റൈസ് ടു 4. എപ്പോഴും എന്താണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിനെ പവറായിട്ടാണ് എഴുതുന്നത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഓക്കെ, ഇനി ഈ β4, അതായത് ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റും സ്റ്റെപ്പ് വൈസ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റും തമ്മിലൊരു റിലേഷനുണ്ട്. അതെന്താണെന്നാണ് നോക്കുന്നത്. അതെന്താണ്, ഈ β4ഉം K1 K2 K3 K4 ആ വരുന്ന സ്റ്റെപ്പ് വൈസ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റും തമ്മിൽ ഒരു റിലേഷനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ β4 ഈക്വൽ ടു K1 ഇൻറ്റു K2 ഇൻറ്റു K3 ഇൻറ്റു K4 എന്ന് എഴുതാം. നമുക്ക് മൊത്തത്തിലുള്ള ഈ β4 എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും, ഓരോ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. നമുക്ക് അപ്പോൾ ജനറലി നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, βn, ആ n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ലിഗാൻഡ്, എത്ര വേണേലും ആവാം. βn ഈക്വൽ ടു K1 ഇൻറ്റു K2 ഇൻറ്റു K3 ഇൻറ്റു K4 എക്സെട്ര ഇൻറ്റു Kn എന്ന് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തുള്ളത്, സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ്. ഒരു കോംപ്ലക്സിൻ്റെ സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നൂടെ നോക്കാം. ഒന്ന്, സ്മോളർ ദ സൈസ് ഓഫ് കാറ്റോൺ. കാറ്റോണിൻ്റെ സൈസ് സ്മോൾ ആയാൽ അവിടുത്തെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സ്മോളർ ദ സൈസ് ഓഫ് കാറ്റോൺ ഗ്രേറ്റർ വിൽ ബി ദ സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സസ്. ഫോർ എക്സാമ്പിൾ, Fe3+ ഫോം മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ദാൻ Fe2+. Fe3+ എന്ന് പറയുന്നത് എന്താണ്, ചെറുതാണ്. ഏതിനെ കൺസിഡർ ചെയ്യുമ്പോൾ, Fe2+നെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ Fe3+ എന്ന് പറയുന്നത് എന്താണ്, മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യിക്കും. Fe2+നേക്കാളും മോർ കോംപ്ലക്സ് Fe3+ ഫോം ചെയ്യിക്കും. ഇനി ഗ്രേറ്റർ ദ ചാർജ് ഓൺ സെൻട്രൽ മെറ്റൽ അയോൺ മോർ സ്റ്റേബിൾ വിൽ ബി ദ കോംപ്ലക്സ്. അതായത് എന്താണ്, ചാർജ്, സെൻട്രൽ മെറ്റൽ അയോണിൻ്റെ ചാർജ് കൂടിയാൽ അവിടുത്തെ സ്റ്റെബിലിറ്റി എന്താണ്, കൂടും, ഇൻക്രീസ് ചെയ്യും. ചാർജ് കൂടിയാൽ, സെൻട്രൽ മെറ്റൽ അയോണിൻ്റെ ചാർജ് കൂടിയാൽ സ്റ്റെബിലിറ്റി കൂടും. Pt4+നായിരിക്കും ഏതിനേക്കാളും ചാർജ് കൂടുതൽ, Pt2+ എന്നതിനേക്കാളും അയോണിനേക്കാളും ചാർജ് കൂടുതൽ. Pt4+ എന്ന അയോണിനേക്കാളും ചാർജ് കുറവായിരിക്കും Pt2+ന്. ഓക്കെ, ഇനി സ്ട്രോങ്ങർ ദ ലിഗാൻഡ് മോർ സ്റ്റേബിൾ വിൽ ബി ദ കോംപ്ലക്സ്. അവിടുത്തെ ലിഗാൻഡ് സ്ട്രോങ്ങർ ആണെങ്കിൽ, അപ്പോൾ എന്തൊക്കെയാണ്, സൈസ് സ്മോളർ ആയിരിക്കണം. കാറ്റോണിൻ്റെ സൈസ് സ്മോൾ ആയാൽ, അതുപോലെ സെൻട്രൽ മെറ്റൽ അയോണിൻ്റെ ചാർജ് കൂടുതലായാൽ, അതുപോലെ ലിഗാൻഡ് സ്ട്രോങ്ങർ ആയാൽ. ഈ 3 കേസിലും സ്റ്റെബിലിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ലിഗാൻഡിൻ്റെ കേസിലാണെങ്കിൽ Cn എന്ന് പറയുന്നത് എന്താണ്, മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ദാൻ NH3. NH3യേക്കാളും കൂടുതൽ സ്റ്റേബിൾ കോംപ്ലക്സ് ഏതായിരിക്കും, Cn ലിഗാൻഡായിട്ട് വരുന്ന കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഫാക്ടേഴ്സ്, ഏതിനെ സ്റ്റെബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്. സൈസ് ഓഫ് കാറ്റോൺ ചെറുതായിരിക്കണം, പിന്നെന്താണ്, സെൻട്രൽ മെറ്റൽ അയോണിൻ്റെ ചാർജ് കൂടുതലായിരിക്കണം, പിന്നെ ലിഗാൻഡ് സ്ട്രോങ്ങർ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. എന്താണ്, ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് നമുക്ക് ഒത്തിരി പല വേർഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻസ് ഒരുപാട് നിൽപ്പുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് ഞാൻ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഉണ്ട്, ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഒത്തിരി ഉണ്ട്, മെഡിസിനൽ കെമിസ്ട്രിയിലുണ്ട്, അനലിറ്റിക്കൽ കെമിസ്ട്രിയിലുണ്ട്, മെറ്റലർജിയിൽ, എക്സ്ട്രാക്ഷനിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷനും ഇമ്പോർട്ടൻസും ഒക്കെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കുറച്ച് നോക്കാം. ഫസ്റ്റ് നോക്കൂ, ദ ക്ലോറോഫിൽ ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് മെഗ്നീഷ്യം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്ലോറോഫിൽ. ആ ക്ലോറോഫിൽ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ മെറ്റൽ ആറ്റം മെഗ്നീഷ്യം ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഓക്കെ, അതുപോലെ എന്താണ്, ഹീമോഗ്ലോബിൻ ഈസ് എ കോംപ്ലക്സ് ഓഫ് അയൺ Fe
സെൻട്രൽ മെറ്റൽ ആറ്റം. അയൺ സെൻട്രൽ മെറ്റൽ ആറ്റം ആയിട്ടുള്ള വേറൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ് എന്തെന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതുപോലെ വൈറ്റമിൻ B12 ഈസ് എ കോംപ്ലക്സ് ഓഫ് കൊബാൾട്ട്. CO സെൻട്രൽ മെറ്റൽ ആറ്റം ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് വൈറ്റമിൻ B12. ഓക്കെ, മെനി മെഡിസിൻസ് ആർ കോംപ്ലക്സസ്. ഒത്തിരി മെഡിസിൻസ് എന്താണ്, മെനി മെഡിസിൻസ് എന്നല്ല, ഏറെക്കുറെയുള്ള എല്ലാ മെഡിസിൻസും എന്താണ്, ഓരോ കോർഡിനേഷൻ കോംപ്ലക്സസ് ആണ്. വിറ്റാമിൻ B12 എ കോംപ്ലക്സ് ഓഫ് കൊബാൾട്ട് ഇസ് എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് അനീമിയ. എന്താണ്, അനീമിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് എന്താണ് വൈറ്റമിൻ B12. ആ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് എന്താണ്, ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് കൊബാൾട്ടാണ്. അതുപോലെ എന്താണ് ദ കോർഡിനേഷൻ കോമ്പൗണ്ട് നോൺ ആസ് സിസ്പ്ലാറ്റിൻ. സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്. അതെന്തിന് യൂസ് ചെയ്യുന്നു, കീമോതെറാപ്പിക്ക്, അതായത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ് സിസ്പ്ലാറ്റിൻ. ഓക്കെ, അതുപോലെ EDTA എന്ന് പറയുന്നത് എന്താണ്, എത്തിലീൻ ഡയമൈൻ ടെട്രാസെറ്റേറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലെഡ് പോയ്സണിങ്. ലെഡ് പോയ്സണിങ് വരുവാണ് എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിനാണ് EDTA. എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അതുപോലെ എന്താണ്, കോപ്പർ ആൻഡ് അയൺ പോയ്സണിങ് ആർ ട്രീറ്റഡ് യൂസിങ് ഡീപെൻസിലമീൻ ആൻഡ് ഡെസ്ഫെറോക്സിം B. ഈ കോപ്പറും അയൺ പോയ്സണും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം എന്താണ്, കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡീപെൻസിലമീൻ എന്ന് പറയുന്നൊരു കോർഡിനേഷൻ കോമ്പൗണ്ടും അതുപോലെ ഡെസ്ഫെറോക്സിം B എന്ന് പറയുന്ന വേറൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഇതുപോലെ ഒത്തിരി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താണ് മെഡിസിനൽ കെമിസ്ട്രിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. ഇനി നോക്കുന്ന ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് എസ്റ്റിമേറ്റഡ് ബൈ ടൈട്രേറ്റിംഗ് വിത്ത് EDTA. അതായത് വാട്ടറിൻ്റെ ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ എസ്റ്റിമേഷൻ നടത്തുന്നത് എന്തുമായിട്ട് ടൈട്രേഷൻ നടത്തിയിട്ടാണ്. EDTA വച്ച് ടൈട്രേഷൻ നടത്തും. ആ EDTA വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ എന്ത് പറയുന്നത്, വാട്ടറിൻ്റെ ഹാർഡ്നെസ് പറയുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ലൈക്ക് silver, gold is carried out by forming their soluble cyanide complexes. അതായത് എന്താണ്, സിൽവറും ഗോൾഡും ഒക്കെ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് അവ എന്താണ്, ഒരു കോംപ്ലക്സ് ഫോം ചെയ്യിച്ചിട്ടാണ്. സയനൈഡ് കോംപ്ലക്സ് ഫോം ചെയ്യിച്ചിട്ട് ആണ് അവ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ആ ഇക്വേഷനാണ് താഴെ തന്നേക്കുന്നത്. 4Au + 8Cn - G + H2O + O2 gives 4AuCN twice minus പ്ലസ് 4OH-. അവിടെ ഒരു സോലുബിൾ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്തു. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ എന്ത് ചെയ്യുന്നു, ദെൻ ട്രീറ്റഡ് വിത്ത് സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗോൾഡിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായോ? അവിടെ എന്ത് ചെയ്യുന്നു, ആ നേരത്തെ ഫോം ചെയ്ത ഈ 4AuCN2- എന്ന് പറയുന്ന ആ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് സോലുബിൾ ആണ്. അതിനെ എന്ത് ചെയ്യുന്നു, സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്ത് ഗോൾഡിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അതുപോലെ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അതെന്തിന് യൂസ് ചെയ്യുന്നു, ഫോർ ദ ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസിനെ ഹൈഡ്രോജനേഷനകത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും +2 അല്ലെങ്കിൽ +1 നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, ഓർഗാനിക്കിൽ പഠിക്കാനുള്ളതാണ്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റിനെ കുറിച്ചും ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. എന്തിനു യൂസ് ചെയ്യുന്ന, ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസിന് ഒരു കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസും ആപ്ലിക്കേഷനിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ ക്ലോറോഫിൽ, പിന്നെന്താ ഹീമോഗ്ലോബിൻ, പിന്നെ വൈറ്റമിൻ, ഇതെല്ലാം എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. അതുപോലെ എന്താണ് സിസ്പ്ലാറ്റിൻ, EDTA, പിന്നെ ഡീപെൻസിലമീൻ, ഡെസ്ഫെറോക്സിം B, ഇതൊക്കെ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്, ഇതൊക്കെ മെഡിസിൻസ് ആണ്. പിന്നെ എന്താണ്, ഹാർഡ്നെസ് ഓഫ് വാട്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് EDTA യൂസ് ചെയ്യുന്നു. പിന്നെ എന്താണ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, സിൽവറും ഗോൾഡും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യിക്കാനായിട്ട് എന്ത് ചെയ്യിക്കുന്നു, അതിനെ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്യിച്ച് ആ കോംപ്ലക്സിനെ വീണ്ടും സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യിച്ച് എന്ത് ഫോം ചെയ്യുന്നു, അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എടുക്കുന്നു, പ്യുവറാക്കി എടുക്കുന്നു.
പിന്നെന്താ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നതും എന്തിനു യൂസ് ചെയ്യുന്നു? ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസിന് യൂസ് ചെയ്യുവാണ്. അതും എന്തിന് എക്സാമ്പിളാണ്? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളിന്ന് 3 ടോപ്പിക്ക് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് കാർബണൽ കോമ്പൗണ്ടും പിന്നെന്താ മെറ്റലുമായിട്ട് തമ്മിലുള്ള ബോണ്ടിങ്ങും, അതായത് കാർബണൽ ഗ്രൂപ്പും മെറ്റലും തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയാണെന്ന് പഠിച്ചു. അതുപോലെ പിന്നെ എന്താ പഠിച്ചു? സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ചു. എന്താണ് അവിടുത്തെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻ്റ് എന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കിയത് ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ആപ്ലിക്കേഷനും ഇമ്പോർട്ടൻസും എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഒത്തിരി വലിയ ചാപ്റ്ററാണ്, ഒത്തിരി പഠിക്കാനുള്ള ചാപ്റ്ററാണ്. പഠിച്ചു വച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നിനൊന്നിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമ്പോർട്ടൻസ് വരെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇടയ്ക്കും മുറയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസും ആപ്ലിക്കേഷനും ഒക്കെ എഴുതാനായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിടാനെന്ന് പറയാൻ ഒന്നുമില്ല. ആ നെയിമിങ്, നോമൻക്ലേച്ചറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുല എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാലൻസ് ബോണ്ട് തിയറിയും പിന്നെന്താ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അതും എന്താണ് മാറി മാറി എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ എന്താ വെർണേഴ്സ് തിയറി, എല്ലാ ഈ ചാപ്റ്ററിലെ ഫുൾ പോർഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഒഴിച്ച് വിടാതെ പഠിക്കുക. ഈ ചാപ്റ്റർ അങ്ങ് പോട്ടെ എന്ന് കരുതി വിടരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താ ഈ ചാപ്റ്ററിലോട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അതിന് മുന്നേ ഒരു ലൈവ് ക്ലാസ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.